Hi students, MOSFET at DC is your first topic of your third module. I have already discussed the basics of MOSFET and also the details of MOSFET at DC in the previous classes. I am explaining it again for those who have not even attended my class once. Okay, so MOSFET at DC എന്താണെന്ന് നമുക്ക് പഠിക്കാം. So introduction to MOSFET at DC. MOSFET at DC means analyzing and designing MOSFET circuits at DC. അതായത് MOSFET at DC എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്, DC വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ MOSFET അതായത് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സിനെ അനലൈസ് ചെയ്യുകയും അതിൻ്റെ പാരാമീറ്റേഴ്സിനെ ഡിസൈൻ ചെയ്യുകയും ചെയ്യുന്ന പ്രൊസീജിയറിനാണ് നമ്മൾ MOSFET at DC എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞതാണ്, ഈ ഒരു പോർഷനിൽ നിന്ന് നിങ്ങൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി നമുക്ക് പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കാൻ കൂടുതലും സാധ്യത. ഓക്കെ, സോ വൈ ആർ വി അപ്ലൈയിങ് എ DC വോൾട്ടേജ്? എന്തിനാണ് DC വോൾട്ടേജ് ഒരു MOSFET സർക്യൂട്ടിന് കൊടുക്കുന്നത്? ക്യൂ പോയിന്റ് ഡിറ്റർമൈൻ ചെയ്യാനാണ്. നിങ്ങൾക്കറിയാം ക്യൂ പോയിന്റ് എന്താണെന്നുള്ളത്. BJT ഒക്കെ പഠിച്ചപ്പോൾ അവിടുത്തെ ക്യൂ പോയിന്റ് അഥവാ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചതാണ്, എക്സാംസിനൊക്കെ എഴുതിയതാണ്. ഓക്കെ, so Q point is also known as operating point, bias point or quiescent point of a transistor. അപ്പോൾ ആ ഒരു പോയിന്റിൽ വെച്ചിട്ടായിരിക്കും ഔട്ട്പുട്ട് കറണ്ട് അഥവാ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നലിനനുസരിച്ച് വേരിയേഷൻസ് കാണിക്കുന്നത്. ഓക്കെ, സോ അതായത് നമ്മളിപ്പം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് MOSFET ആണ്. അതായത് MOSFET ഏത് ടൈപ്പ് MOSFET ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്? കോമൺ സോഴ്സ് ആണ്. അതായത് എസ് എന്ന് പറയുന്നത് സോഴ്സ് ടെർമിനൽ ആണ്. ഈ സോഴ്സ് ടെർമിനൽ എന്ന് പറയുന്നത് ഗേറ്റിനും ഡ്രെയിനിനും കോമൺ ആണ്. സോ ദിസ് ഇസ് കോൾഡ് എ കോമൺ സോഴ്സ് മെറ്റൽ ഓക്സൈഡ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ഓക്കെ, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. അപ്പോൾ നമ്മൾ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്നാണ് MOSFETനെ പറയുന്നത്. കാരണം എന്താണ്? ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് അഥവാ വോൾട്ടേജിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് കറണ്ട്, ഡ്രെയിൻ കറണ്ട് വേരി ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് കോൾഡ് എ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ടും തമ്മിൽ നമ്മളൊരു ക്യാര വരയ്ക്കുവാണെങ്കിൽ, സോ ദാറ്റ് ക്യാര ഇസ് ഷോൺ ഇൻ റെഡ് കളർ. ആ ക്യാരയിൽ നമ്മൾ DC ലോഡ് ലൈൻ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഏതൊരു പോയിന്റിലാണോ നമ്മുടെ ക്യാരയെ DC ലോഡ് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ്, അതിൻ്റെ ഒരു സ്റ്റേബിൾ പോയിന്റ് എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് ദി ക്യൂ പോയിന്റ് ഓർ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഓഫ് ദി ട്രാൻസിസ്റ്റർ. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സോ അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം, വൈ DC ബയാസിങ്? ഓക്കെ, ഞാൻ പറഞ്ഞു ഈ ഒരു തേർഡ് മോഡ്യൂളിൽ നമ്മൾ എന്തിനാണ് ഈ MOSFET DC പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് MOSFET ആംപ്ലിഫയേഴ്സ് ആണ്. ഓക്കെ, നമുക്കറിയാം ആംപ്ലിഫയേഴ്സ് ഏത് റീജിയനിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്? ആംപ്ലിഫയേഴ്സ് ഓൾവേസ് ഓപ്പറേറ്റ് ഇൻ ലീനിയർ ഓപ്പറേഷൻ റീജിയൻ. അപ്പോൾ ആംപ്ലിഫയേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഏത് റീജിയനിലാണ് ആംപ്ലിഫയേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ലീനിയർ റീജിയനിലാണ്. ഓക്കെ, അപ്പം നമ്മൾ അതിനെ DC ബയാസ്, ഒരു സർക്യൂട്ടിനെ പ്രോപ്പറായിട്ട് ബയാസ് ചെയ്തിട്ടില്ലെങ്കിൽ the circuit will have a tendency to go to saturation or കട്ട് ഓഫ് റീജിയൻ. അതായത് കട്ട് ഓഫ് റീജിയനിലോ സാച്ചുറേഷൻ റീജിയനിലോട്ടോ പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി എന്തിന് കാണും? നമ്മുടെ സർക്യൂട്ടിന് കാണും, ഇഫ് യു ആർ നോട്ട് പ്രോപ്പർലി ബയാസിങ് ദാറ്റ് സർക്യൂട്ട്. ഓക്കെ, സോ ബയാസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും? ഒരു സർക്യൂട്ടിൻ്റെ DC ഓപ്പറേറ്റിംഗ് പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും thereby we can ensure that the ആംപ്ലിഫയർ ഇസ് ഓപ്പറേറ്റിംഗ് ഇൻ ലീനിയർ ഓപ്പറേഷൻ റീജിയൻ. സോ അതിനായിട്ടാണ് നമ്മൾ DC ബയാസിങ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ MOSFET ആംപ്ലിഫയേഴ്സിൻ്റെ കേസിൽ DC ബയാസിങ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ആംപ്ലിഫയറിനെ ലീനിയർ ഓപ്പറേഷൻ റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് വൈ we are giving a DC bias to our MOSFET transistors. ഓക്കെ, സോ ഈ ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ MOSFET എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നത്, ലാബിലൊക്കെ ഉപയോഗിക്കുന്നത് ആദ്യത്തെ ഫിഗർ ആയിരിക്കും. അതായത് ഡുവൽ ഇൻലൈൻ പാക്കേജ്. 2 പാക്കേജസിലായിരിക്കും മിക്കവാറും നമ്മൾ ഈ MOSFET ഒന്നുകിൽ അതിനെ ഒരു സർക്യൂട്ട് ഫോം ആക്കും, ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഫോം ആക്കും, അല്ലെങ്കിൽ ഡുവൽ ഇൻലൈൻ പാക്കേജിലായിരിക്കും. നമ്മൾ ലാബിലൊക്കെ കോമൺലി ഉപയോഗിക്കുന്നത് ഡുവൽ ഇൻലൈൻ പാക്കേജ്, അതിനെ ഡിപ്പ് എന്ന് പറയും. അതാണ് ആദ്യത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഫിഗറിലുള്ളത് MOSFETനെ ഒരു ചിപ്പിനകത്ത് ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്, അതായത് ഒരു ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ടായിട്ട്. ഓക്കെ, ഓർത്തിരിക്കുക.
So enhancement n-channel MOSFET. So we are taking enhancement n-channel MOSFET. Enhancement n-channel MOSFET means we are applying a voltage, and that is we are applying voltage and we are inducing a channel. അങ്ങനെയുള്ള മോസ്ഫെറ്റുകളെയാണ് നമ്മൾ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത്. അതായത് ചാനൽ സോഴ്സിനും ഡ്രെയിനിനും ഇടയ്ക്ക് ചാനൽ ഓൾറെഡി പ്രസൻ്റ് അല്ല, നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടാണ് അവിടെ ഒരു കണ്ടക്റ്റിംഗ് ചാനൽ ഫോം ചെയ്യുന്നത്. അങ്ങനെയുള്ള ട്രാൻസിസ്റ്ററുകളെ നമ്മൾ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് എന്ന് പറയും. അപ്പോൾ ഡിപ്ലീഷൻ ടൈപ്പ് എന്ന് പറയുമ്പം ഓൾറെഡി അതിനകത്ത് ചാനൽസ് കാണും. നമ്മൾ വോൾട്ടേജ് നമ്മൾ ഇൻപുട്ടൊന്നും അപ്ലൈ ചെയ്യാതെ തന്നെ ഇൻബിൽട്ടായിട്ടുള്ള ചാനൽസ് ഉള്ള മോസ്ഫെറ്റുകളെയാണ് നമ്മൾ ഡിപ്ലീഷൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അനലൈസ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു എൻഹാൻസ്മെൻറ്റ് എൻ ചാനൽ മോസ്ഫെറ്റ് ആണ്. സോ ആ ഫിഗറിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പി എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് ആണ്. സബ്സ്ട്രേറ്റിനകത്തോട്ട് പി ടൈപ്പ് സബ്സ്ട്രേറ്റ് ആണ്. അതിലോട്ട് 2 N+ റീജിയൻസിനെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ N+ റീജിയൻസിൽ നമ്മളുടെ താഴെയുള്ളത് സോഴ്സും മുകളിലുള്ള N+ റീജിയൻ എന്ന് പറയുന്നത് ഡ്രെയിനുമായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് മുകളിൽ നമ്മളൊരു ഒരു ഡൈഇലക്ട്രിക് ലെയർ, ഒരു ഓക്സൈഡ് ലെയർ കൊടുക്കുന്നുണ്ട്. ഓക്സൈഡ് ലെയറിന് മുകളിലാണ് മെറ്റാലിക് ഗേറ്റ് നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ മെറ്റാലിക് ഗേറ്റ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓക്സൈഡ് ലെയർ, അതിൻ്റെ താഴെ നമ്മുടെ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് പറയുന്നത്, മോസ്ഫെറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ ചാനൽ ഫോം ചെയ്യുന്നത് സോഴ്സിനും ഡ്രെയിനിനും ഇടയ്ക്കായിരിക്കും. അതുകൊണ്ടാണ് 2 N+ റീജിയനിന് ഇടയ്ക്ക് ചാനൽ ഫോം ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഈ ഒരു റെഡ് കളറിൽ കാണുന്ന ചാനലാണ് 2 N റീജിയൻ്റെ ഇടയ്ക്ക്. സോ അതിൻ്റെ ഇടയ്ക്ക് 2 N+ റീജിയനിന് ബിറ്റ്വീനായിട്ട് ചാനൽ ഫോം ചെയ്യുന്നത് കൊണ്ടിട്ടാണ് നമ്മളിതിനെ എൻ ചാനൽ മോസ്ഫെറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ നോക്കൂ, ഇവിടെ സോഴ്സ് എന്ന് പറയുന്നത് രണ്ടിനും, അതായത് ഡ്രെയിനിനും ഗേറ്റിനും കോമൺ ആണ്. അപ്പോൾ നമ്മളിവിടെ 2 വോൾട്ടേജസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഗേറ്റിനും സോഴ്സിനും ഇടയ്ക്ക് അപ്ലൈ ചെയ്യുന്ന VGS-ഉം VDS-ഉം. സോ നമ്മൾ നമ്മുടെ ഈ ഒരു ക്രോസ് സെക്ഷൻ, ഈ എൻഹാൻസ്മെൻറ്റ് എൻ ചാനൽ മോസ്ഫെറ്റിൻ്റെ ക്രോസ് സെക്ഷനെ ഒന്ന് സിംബോളിക് ഫോമിൽ കൺവേർട്ട് ചെയ്തിട്ട് വരച്ചിരിക്കുകയാണ് റൈറ്റ് സൈഡിൽ. ഓക്കെ, സോ ഒരു എൻഹാൻസ്മെൻറ്റ് എൻ ചാനൽ മോസ്ഫെറ്റിൻ്റെ സിമ്പലാണ് റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന 2 വോൾട്ടേജ്, ഗേറ്റിനും സോഴ്സിനും ഇടയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് VGS-ഉം ഡ്രെയിനിനും സോഴ്സിനും ഇടയ്ക്ക് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് VDS-ഉമാണ്. ഓക്കെ, ഇതിൻ്റെ വർക്കിംഗ് എല്ലാം ഞാൻ ഇതിൻ്റെ ബേസിക് PPT നിങ്ങൾക്ക് ഓൾറെഡി സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. എന്തെങ്കിലും സംശയമുള്ളവർ അത് റെഫർ ചെയ്യണം കേട്ടോ. ഓക്കെ, സോ അനാലിസിസ് ഓഫ് മോസ്ഫെറ്റ് കോമൺ സോഴ്സ് സർക്യൂട്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു കോമൺ സോഴ്സ് മോസ്ഫെറ്റ് സർക്യൂട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് AC വോൾട്ടേജ് ആണെങ്കിൽ ഇൻപുട്ടിൽ CC എന്ന് പറയുന്ന ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ വേണം. ആ കപ്ലിംഗ് കപ്പാസിറ്റർ വഴിയായിരിക്കും നമ്മൾ ഗേറ്റിലോട്ട് ഇൻപുട്ടിനെ കൊടുക്കുന്നത്. സോ ഇതിപ്പോൾ AC അനാലിസിസ് ആണെങ്കിൽ മതി. നമ്മൾ എന്ത് അനാലിസിസ് ആണ് ചെയ്യുന്നത്? വി ആർ ഡൂയിങ് DC അനാലിസിസ്. ഓക്കെ, സോ നമുക്കിനി ഒരു പ്രോബ്ലം തന്നാൽ അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിനകത്ത് ദേ വിൽ ഡെഫിനറ്റ്ലി ടെൽ, ഓക്കെ ദിസ് ഈസ് ഏത് ടൈപ്പ് ഓഫ് മോസ്ഫെറ്റ് ആണെന്ന് ദേ വിൽ ടെൽ. ഇഫ് ഇറ്റ് ഇസ് നോട്ട് means described in the question, you should understand which type of MOSFET is given in your figure. Okay, so first നമ്മൾ എന്താണ് ചെയ്യുന്ന, ഒരു പ്രോബ്ലം നമുക്ക് കിട്ടുവാണെങ്കിൽ we will look, okay അത് NMOS ആണോ PMOS ആണോ എന്ന് നോക്കും. സോ NMOS ആണെങ്കിൽ ആരോ എന്ന് പറയുന്നത് വിൽ ബി പോയിൻറ്റഡ് ഔട്ട്വേർഡ്സ് ആൻഡ് PMOS ആണെങ്കിൽ ആരോ ഈസ് പോയിൻറ്റഡ് ഇൻവേർഡ്സ്. ഓക്കെ, സോ സിമ്പിൾ അനുസരിച്ചിട്ട് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനകത്ത് ഏത് ട്രാൻസിസ്റ്റർ ടൈപ്പ് ആണെന്ന് നമ്മൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യും. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, മോസ്റ്റ്ലി ദിസ് സ്റ്റെപ്പ് വിൽ ബി ഡിസ്ക്രൈബ്ഡ് ഇൻ യുവർ ക്വസ്റ്റ്യൻ. അതായത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിരിക്കും ഏത് ട്രാൻസിസ്റ്റർ ആണ് നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് വി ഷുഡ് അസ്യൂം ആൻ ഓപ്പറേറ്റിംഗ് റീജിയൻ. നമ്മൾ ഏത് ഇപ്പോൾ ആ ഒരു നമുക്ക് തന്നിരിക്കുന്ന സർക്യൂട്ട് ഇന്ന ഓപ്പറേറ്റിംഗ് റീജിയനിലാണെന്നുള്ളത് നമ്മളങ്ങ് അസ്യൂം ചെയ്യണം. നമുക്കറിയാം ഗേറ്റ് കറണ്ട് എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് 0. സോ കട്ട് ഓഫ് റീജിയൻ ആണെങ്കിൽ നമുക്കറിയാം ത്രഷോൾഡ് വോൾട്ടേജിനെ കാട്ടി ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കുറവായിരിക്കും
എൻമോസ് ട്രാൻസിസ്റ്ററിനകത്ത്. അപ്പോൾ പി മോസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. നമുക്കറിയാം എൻമോസ് ആണെങ്കിൽ അത് കണ്ടക്ട് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മിനിമം വോൾട്ടേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ വി ജി എസ് വിൽ ബി ലെസ് ദാൻ ദ ത്രഷോൾഡ് വോൾട്ടേജ് വി ടി. ഈ ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ടി, വി ടി എച്ച്, അങ്ങനെ പല രീതിയിൽ ഡിനോട്ട് ചെയ്യും. ഓക്കെ, സോ in the case of PMOS, VGS will be greater than VT. NMOSന്റെ just opposite ആയിരിക്കും PMOSൽ. ഓക്കെ, ആൻഡ് യുവർ ഡ്രെയിൻ കറണ്ട് വിൽ ബി ഈക്വൽ ടു 0 അറ്റ് കട്ട് ഓഫ് റീജിയൻ. കാര്യം എന്താ, കട്ട് ഓഫ് റീജിയനിൽ ചാനൽ ഒന്നും തന്നെ ഇല്ല, അവിടെ കറണ്ട് കണ്ടക്ഷൻ ഇല്ല, അതുകൊണ്ട് ഐ ഡി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, സോ ഇൻ ലീനിയർ ഓപ്പറേഷൻ റീജിയൻ്റെ കേസിൽ നമുക്കറിയാം ബി ജി എസ് എന്ന് പറയുന്നത്, ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ത്രഷോൾഡ് വോൾട്ടേജ് ഇൻ ദ കേസ് ഓഫ് എൻമോസ്. അപ്പോൾ പി മോസിൻ്റെ കേസിൽ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും, ബി ജി എസ് വിൽ ബി ലെസ് ദാൻ ബി ടി. ഓക്കെ, ഇനി എൻമോസിൻ്റെ കേസിൽ നമുക്കറിയാം ലീനിയർ റീജിയനിൽ അത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആൻഡ് ദി ത്രഷോൾഡ് വോൾട്ടേജ്. ഗേറ്റ് സോഴ്സ് വോൾട്ടേജിൻ്റെയും ത്രഷോൾഡ് വോൾട്ടേജിൻ്റെയും ഡിഫറൻസിനെ കാട്ടി കുറവായിരിക്കണം എന്ത്, ബി ഡി എസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കണ്ടീഷൻ ആയിരിക്കും എവിടെ, പി മോസിൽ. നിങ്ങൾ എൻ മോസ് പഠിച്ചു വെക്കും, അപ്പം പി മോസ് നിങ്ങൾക്ക് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്കി നിങ്ങൾക്ക് ഓർത്ത് വെക്കാനായിട്ട് കഴിയും. ഓക്കെ, സോ പി മോസിലാവുമ്പോഴത്തേക്ക് അത് ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് വി ഡി എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ വി ജി എസ് മൈനസ് വി ടി ഫോർ ദ സർക്യൂട്ട് ടു ഓപ്പറേറ്റ് ഇൻ ലീനിയർ ഓപ്പറേഷൻ റീജിയൻ. ആൻഡ് വി നോ ദ ഡ്രെയിൻ കറണ്ട് ഇസ് ഗിവൺ ബൈ, ഇത് നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ഡ്രെയിൻ കറണ്ടിൻ്റെ ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഡ്രെയിൻ കറണ്ട് ഇസ് ഗിവൺ ബൈ കെ ഇൻറ്റു 2 ഇൻറ്റു വി ജി എസ് മൈനസ് വി ടി ഇൻറ്റു വി ഡി എസ് മൈനസ് വി ഡി എസ് സ്ക്വയർ. ഇവിടെ വി ജി എസ് എന്ന് പറയുന്നത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണ്, കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, വി ടി ത്രഷോൾഡ് വോൾട്ടേജ് ആണ്, വി ഡി എസ് എന്ന് പറയുന്നത് ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എവിടെയുള്ള കണ്ടീഷൻ, ലീനിയർ ഓപ്പറേഷൻ റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻ. ഓക്കെ, റീജിയൻ, സാച്ചുറേഷൻ റീജിയനിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നേരത്തെ കൂട്ട് തന്നെ ആയിരിക്കും, അതായത് വി ജി എസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ത്രഷോൾഡ് ഇൻ ദ കേസ് ഓഫ് എൻമോസ്, അതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് ആയിരിക്കും പി മോസിൻ്റെ കേസിൽ. എന്നാൽ എന്ത് കണ്ടീഷനാണ് ചേഞ്ച് ചെയ്യുന്നത്, ബി ഡി എസിൻ്റെ കണ്ടീഷനായിരിക്കും സാച്ചുറേഷനിൽ ചേഞ്ച് ചെയ്യുന്നത്. ബി ഡി എസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ബി ജി എസ് മൈനസ് വി ടി, അതായത് ബി ജി എസ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ബി ജി എസിനും ത്രഷോൾഡ് വോൾട്ടേജിൻ്റെ ഡിഫറൻസിനെ കാട്ടിലും കൂടുതലായിരിക്കും എന്ത്, ബി ഡി എസ്. അപ്പോഴാണ് നമ്മുടെ എന്ത് ഡ്രെയിൻ കറണ്ട് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട്, അതായത് സാച്ചുറേഷനിലെത്തി സാച്ചുറേറ്റ് ചെയ്ത ഒരു വാല്യൂ ആയിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും പി മോസിൻ്റെ കേസിൽ. ആൻഡ് ഐ ഡി ഈസ് ഗിവൺ ബൈ കെ ഇൻറ്റു ബി ജി എസ് മൈനസ് വി ടി ദ ഹോൾ സ്ക്വയർ. ഞാൻ ഈ കണ്ടീഷൻസ് എല്ലാം വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഡൗട്ട് ഉള്ളവർ ആ ബേസിക് പി പി ടി ഒന്ന് കാണുക, അപ്പോൾ കണ്ടീഷൻസ് ജസ്റ്റ് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി മോസ്റ്റ് കേസസിലും നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വി വിൽ അസ്യൂം ലാംഡ ഈസ് ഈക്വൽ ടു 0, അതായത് ലാംഡ എന്ന് പറയുന്നത് ചാനൽ ലെങ്ത് മോഡുലേഷൻ പാരാമീറ്റർ ആണ്, അത് 0 ആയിട്ടായിരിക്കും മിക്ക പ്രോബ്ലംസിലും നമ്മൾ എടുക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞില്ലേ വി ജി എസ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് മൈനസ് വി ടി എച്ച് ത്രഷോൾഡ് വോൾട്ടേജ്, അതിനെ ഓവർ ഡ്രൈവ് വോൾട്ടേജ് എന്നായിരിക്കും പറയുന്നത്. അതായത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആൻഡ് ത്രഷോൾഡ് വോൾട്ടേജ് ഈസ് കോൾഡ് ദ ഓവർ ഡ്രൈവ് വോൾട്ടേജ് വി ഒ വി. അതിനെ വി ഒ വി എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, so VOV is equal to the difference between gate source voltage and threshold voltage in the case of NMOS, and in the case of PMOS it is VSG minus VTH. Okay, VTH എന്ന് പറഞ്ഞാൽ എന്താ, മിനിമം വോൾട്ടേജ് റിക്വയർഡ് ഫോർ എ ട്രാൻസിസ്റ്റർ ടു കണ്ടക്ട്. ആ വോൾട്ടേജിനാണ് ത്രഷോൾഡ് വോൾട്ടേജ് അഥവാ വി ടി എച്ച് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു പലയിടത്തും പല നൊട്ടേഷനിലായിരിക്കും വി ടി എച്ച് കാണുന്നത്, ചിലയിടത്ത് വി ടി എന്ന് മാത്രമായിരിക്കാം. ഓക്കെ, സോ നമ്മൾ മിക്ക കേസിലും ചാനൽ ലെങ്ത് മോഡുലേഷൻ്റെ പാരാമീറ്റർ ലാംഡ 0 ആയിട്ട് എടുക്കും. ബി ഒ വി ഈസ് ഈക്വൽ ടു ബി ജി എസ് മൈനസ് വി ടി എച്ച് ഫോർ എൻമോസ്. നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ റീജിയൻ അങ്ങ് അസ്യൂം ചെയ്തിട്ടാണ് നമ്മുടെ പ്രോബ്ലം ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ നമ്മൾ പ്രോബ്ലം ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഓക്കെ നമ്മുടെ അസംഷൻ തെറ്റാണ്, നമ്മളിപ്പോൾ സപ്പോസ് സാച്ചുറേഷൻ റീജിയനിലാണ് ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞു പ്രോബ്ലം ചെയ്ത് തുടങ്ങി. സോ
ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ദ കണ്ടീഷൻസ് ആർ നോട്ട് മാച്ചിങ്. അതായത് നമ്മൾ എന്ത് കണ്ടീഷൻസ് ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്? BGS ഗ്രേറ്റർ ദാൻ ത്രഷോൾഡ് വോൾട്ടേജ് ആണോ എന്ന് നോക്കും, BDS ഗ്രേറ്റർ ദാൻ VGS മൈനസ് VT ആണോ എന്ന് നോക്കും. അപ്പോൾ ഈ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുമ്പം നമുക്ക് തോന്നുവാണ് ഓക്കെ നമ്മുടെ അസംഷൻ തെറ്റാണെന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഓപ്പറേഷൻ റീജിയൺ ഏതായിരിക്കും, അപ്പോൾ വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ വരത്തില്ല. നമുക്കതെങ്ങനെ അസ്യൂം ചെയ്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടും. ഓക്കെ, ഇനി നമുക്ക് പവർ ഡെസിപ്പേഷൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ID ഇൻറ്റു VDS, അതായത് ഔട്ട്പുട്ടിലുള്ള പവർ ഡെസിപ്പേഷൻ എന്ന് പറയുന്നത് ഡ്രെയിൻ കറണ്ട് ഇൻറ്റു ദ വോൾട്ടേജ് അക്രോസ് ഡ്രെയിൻ ആൻഡ് സോഴ്സ് VDS ആയിരിക്കും. കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ച ആ ഇക്വേഷനും ഓർത്തിരിക്കുക. ഓക്കെ, സോ ഇനി നമുക്ക് പ്രോബ്ലംസിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ പ്രോബ്ലംസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, സേദ്ര ആൻഡ് സ്മിത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. നമ്മൾ മൈക്രോ ഇലക്ട്രോണിക്സ് ബൈ സേദ്ര ആൻഡ് സ്മിത്താണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ടെലഗ്രാം ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ വീഡിയോ കാണുക, നിങ്ങളുടേതായിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, എനിക്കത് അയച്ചു തരണം, എങ്കിൽ മാത്രമേ ഞാൻ അറ്റൻഡൻസ് തരത്തുള്ളൂ. സോ ഞാൻ പ്രോബ്ലംസിൻ്റെ വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ.